വെൽക്കം. ടൈമറൊക്കെ മാറ്റി പുതിയ ആളായില്ല. അതെ അവസ്ഥ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും വേറെ ആള്. റൂൾസ് ചെറിയ റൂൾസൊക്കെ മാറിയിട്ടുണ്ട്, അറിഞ്ഞൂടാ. അതായത് നമ്മളൊരു 4 ടോപ്പിക്ക് പറയും. ഓരോ ടോപ്പിക്കിനും എഗ്രി ഓർ ഡിസഗ്രി നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. ആ ടോപ്പിക്കിൽ ഒരു 4 മിനിറ്റ് ഡിബേറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, ഫൈനൽ വെർഡിക്റ്റ് പറയാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് അല്ല, വെൽക്കം പറഞ്ഞില്ല, ഫസ്റ്റ് വെറുതെ ഒരു വെൽക്കം പറഞ്ഞുള്ളൂ, വെയിറ്റ് ഇട്ട്. വെൽക്കം ടു ദ 11th എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേർഡ്. ഫസ്റ്റ് ടോപ്പിക് വൈകു. Buying uniforms, shoes, books from schools should be compulsory. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഓർഡർ ഈവൻ എഗ്രി ഓർ ഡിസഗ്രി ചൂസ് ചെയ്തോ? കംപ്ലീറ്റ്ലി ഡിസഗ്രി. ഓക്കെ, ടൈമർ കേട്ടോ, തുടങ്ങുക. ആരാ തുടങ്ങുക? ഞാൻ പറയണു. അതാണ് സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നു. കാരണം യൂണിഫോംസ് എന്ന് പറയുമ്പോൾ എല്ലാ യൂണിഫോംസും ഒരേപോലെ ഇരിക്കുന്നത്, അതാണല്ലോ യൂണിഫോം വാക്കുകൊണ്ട് തന്നെ. സ്കൂളുകാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുന്ന തുണിയൊക്കെ ഒരേ സ്ഥലത്തു നിന്നായിരിക്കും. അപ്പോൾ പലയിടത്തുനിന്ന് പല മേടിച്ച് കഴിഞ്ഞാൽ പല അളവോ പല കളറോ പല ഷെയ്ഡ്സോ ഒക്കെ, ഒരേ കളറാവാം, പല ഷെയ്ഡ്സ് ആവാം. അപ്പോൾ പാരൻസിനോ കുട്ടികൾക്കോ ഒക്കെ കുറേ സ്ഥലത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കണ്ട. എല്ലാം സ്കൂളിൽ പോവുക, ബുക്ക് പൊതിയുന്ന കവർ, നെയിം സ്ലിപ്പ്, യൂണിഫോം, ഷൂസ് എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു കുട്ടിക്ക് എനിക്ക് വലിയ ഷൂസ് കിട്ടി, എനിക്ക് കെട്ടണ ഷൂസ് കിട്ടി, എനിക്ക് ലേസ് ഉള്ളത് കിട്ടിയ, എനിക്ക് ഇതുള്ളതില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഈ സ്കൂളുകളിൽ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പും യൂണിഫോംസ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അന്ന് ഒരേ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. അന്ന് കടകൾ കുറവായിരിക്കും പണ്ട്. ഇപ്പൊ ചാലക്കുടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരാ കടയായാലും നമുക്ക് വേണ്ടത് എന്താ, സ്കൂളുകാർക്ക് വേണമെങ്കിൽ ഒരു കട്ട് പീസ് കൊടുക്കുക. ഈ കൊല്ലത്തെ യൂണിഫോം ഇന്ന തുണിയാണ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ തുണിക്കടയിൽ നിന്ന് കറക്റ്റ് ഷെയ്ഡ് നോക്കി കറക്റ്റ് ടെക്സ്ചർ കറക്റ്റ് പാറ്റേൺ എല്ലാം കിട്ടും. ഷൂസ് ശരി, എനിക്ക് കിട്ടുന്നത് കിട്ടി, ഞാൻ ഒട്ടിക്കുന്ന കിട്ടുമെന്ന് പിള്ളേർ പറയാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. സ്കൂളുകാർക്ക് വെക്കാം. അതായത് ഷൂസ് മേടിക്കുമ്പോൾ ബ്ലാക്ക് ആയിരിക്കണം, പ്ലെയിൻ ആയിരിക്കണം, കെട്ടുന്നത് വേണമെങ്കിൽ കെട്ടുന്നത്, അല്ല ഒട്ടിപ്പാണെങ്കിൽ ഒട്ടിപ്പ് എന്നും പറയാം. ഇതൊക്കെയാണ് നമ്മുടെ നോംസ്. സ്കൂളുകാർ ഇത് കൊടുക്കുന്നത് വിലക്കുറവിനല്ലല്ലോ സ്കൂളുകാർ കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂളുകാരുടെ നല്ല ബിസിനസ്സാണ്. അവർ ബൾക്കായിട്ടൊരു സ്ഥലത്ത് പർച്ചേസ് ചെയ്യുന്നു, റീറ്റെയിൽ പ്രൈസിന് പാരന്റ്സിനെ കൊണ്ട് മേടിപ്പിക്കുന്നു. ആയിക്കോട്ടെ, കടക്കാര് അത് കച്ചവടം എന്ന് പറഞ്ഞ അവർ ആ കച്ചവടത്തിന് ഇരിക്കുന്ന ആൾക്കാരാണ്. സ്കൂളുകൾ കച്ചവടത്തിനുള്ള സ്ഥലമാണോ? സ്കൂളുകൾ കച്ചവടത്തിനുള്ളതല്ല, അല്ല. പക്ഷെ ഇന്ന് നടക്കുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ബിസിനസ് ആണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, മെഡിക്കൽ എടുത്താലും നമ്മളിപ്പോ സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ചാണ്. വിധം മാറ്റിക്കൊണ്ടുപോകാൻ. അപ്പോൾ അതായത് സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് എല്ലാവർക്കും ഒരേപോലത്തെ സാധനം കിട്ടുക, ഒരേ സമയത്ത് കിട്ടുക, അലഞ്ഞിരിവൽ ഒഴിവാക്കുക. ഇപ്പം മാർക്കറ്റ് പ്രൈസിന് ഇപ്പം ബൾക്കായിട്ട് മേടിച്ചു, അവർ പ്രൈസ് കയറ്റി വെച്ചിട്ടാണ് പാരൻസിന് വിൽക്കുന്നത്. ആ പ്രൈസ് കയറ്റി വയ്ക്കുന്നതിന് ഇവർക്കും എല്ലാം ഒറ്റ സ്ഥലത്തുനിന്ന് കിട്ടുകയാണ്. ഒറ്റ സ്ഥലത്ത് കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. ഇതിനു വേണ്ടി ലൈക്ക് ഒരു സ്കൂൾ റീ ഓപ്പണിംഗ് ടൈം ആയി കഴിഞ്ഞാൽ മിക്ക കടകളുടെ ഫ്രണ്ടിൽ കാണും. അങ്ങനെ വന്നു തുടങ്ങി, പാക്കേജ് ആക്കി തുടങ്ങി. എല്ലാ സമയത്തും എല്ലാം ഇപ്പൊ അണ്ടർ വൺ റൂഫാണ്. അത്യാവശ്യം നല്ലൊരു കടയിൽ കയറി കഴിഞ്ഞാൽ നോട്ട്ബുക്സിനൊക്കെ നല്ല ഓഫറുള്ള കടകളുണ്ട്. സ്കൂൾസ് അവരുദ്ദേശിക്കുന്ന അവരുടെ മാർക്കറ്റിംഗ് നടക്കുന്നത് ഒന്ന് ബുക്കുകൾ എടുക്കുന്നത്, നോട്ട്ബുക്സ് സ്കൂളുകാർ കൊടുക്കുന്നത് നോട്ട്ബുക്സ് ആയിട്ടല്ല, അവരുടെ ബ്രാൻഡ് വെച്ചിട്ടാണ്. അതിലേക്ക് ഒരു നെഗറ്റീവ് ആയി എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ബുക്ക് മേടിച്ചിട്ട് അത് പൊതിഞ്ഞു കൊണ്ടുപോകണം. അതൊക്കെ എന്തിനാണ്? പക്ഷെ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതൊക്കെ ഈ പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള ബുക്ക് അത് ഈ പറഞ്ഞ പോലെ പണ്ട് നോട്ട്ബുക്സ് നമ്മൾ കടകളിൽ നിന്ന് മേടിച്ചിരുന്നത്. പല നോട്ട്ബുക്സും കളർഫുൾ ആയിരിക്കും, പല പിള്ളേരെ പല രീതിക്കായിരിക്കും. അന്ന് ഈ പറഞ്ഞ പോലെ ബ്രൗൺ പേപ്പർ. ഇപ്പൊ ഇവർ യൂണിഫോമിറ്റിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളുകളിൽ നോട്ട്ബുക്സ് കൊടുക്കുന്നത് അവരുടെ സ്കൂളിലെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ച് പ്രിന്റ് ചെയ്ത്, അതായത് ബുക്കിന്റെ കവർ പേജ് ഇവരുടെ ബ്രാൻഡിങ്ങിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന്റെ മേളിൽ ബ്രൗൺ പേപ്പർ. സോ അപ്പൊ ബ്രൗൺ പേപ്പറിന്റെ കാശും കൂടെ അവർക്ക് കിട്ടും. ബ്രൗൺ പേപ്പറിന്റെ കാശ് അവർക്ക് വേണ്ട. പിന്നെ ബാഗ് അതൊക്കെ കൊടുക്കുമ്പോ നല്ലതല്ല, എല്ലാവർക്കും ഒരേപോലത്തെ സ്കൂളുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല. ചൂടാക്കി റയർലി കുറച്ച് സ്കൂളുകൾ ഉണ്ടാവായിരിക്കും. ബട്ട് സ്റ്റിൽ അതൊക്കെ അതിന്റെ ആവശ്യം എന്താ? പുറത്തു പോകുമ്പോഴും അവരുടെ ഒരു ഇതല്ലേ, അതാ പറഞ്ഞത്, അവർക്ക് പ്യൂർലി ബിസിനസ് ആണ്. ഇത് ആർക്കും ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർക്ക്. സ്കൂളുകാർക്ക് മാത്രമാണ് ഇത്.
പാട്ടൊക്കെ ഇടണ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ്. SFX ഇരിക്കട്ടെ. അപ്പോൾ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഇനി കോമൺലി പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ യൂണിഫോമിറ്റി എപ്പോഴും നല്ലതാണ്. പക്ഷെ സ്കൂളുകാർ ഇത് ചെയ്യുന്നത് യൂണിഫോമിറ്റിക്ക് വേണ്ടി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ സ്കൂളിൽ കച്ചവടം വേണ്ട. ആ. സ്കൂളല്ല കച്ചവടം ചെയ്യുന്ന സ്ഥലം. സ്കൂള് കച്ചവടം ചെയ്യേണ്ട കാരണം സമയത്ത് എല്ലാ പേരൻസിനും ഒരേ സാമ്പത്തിക നിലപാടായിരിക്കും. അത് മാത്രമല്ല ഇത് എത്ര കച്ചവടക്കാരെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ചില കടകൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബുക്സ് വിൽക്കുന്ന കടകൾക്ക് അവർക്കൊരു ബൾക്കായിട്ട് ലൈക്ക് ഒരു നല്ലൊരു സെയിൽ കിട്ടുന്ന ടൈം എന്ന് ടെക്സ്റ്റ് ബുക്സ് കൊടുത്തോട്ടെ, സ്കൂളിൽ നിന്ന് കൊടുത്തോട്ടെ. അതെന്തായാലും അനിവാര്യമാണ്. പറയുന്നത് കൊടുക്കാൻ പറ്റും. അല്ല പറ്റുള്ളൂ. കോളേജുകളിലൊക്കെ പുറത്തുനിന്ന് മേടിക്കാലോ. കോളേജുകളിൽ സിലബസ് കൊടുക്കണ പരിപാടി ഇല്ല തോന്നുന്നുണ്ട്. സിലബസ് അനുസരിച്ച് കൊടുക്കാം പുറത്ത്. ഇപ്പൊ കോമൺ സിലബസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സ് ചിലപ്പം ഇപ്പൊ CBSE സിലബസ് ആണെങ്കിൽ പോലും പല പബ്ലിഷേഴ്സിന്റെ ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, പിള്ളേർക്ക് എല്ലാവർക്കും ഒരേപോലെ പഠിക്കണമെങ്കിൽ എല്ലാ ഒരേ ബുക്സ് ആയിരിക്കണം, മാറിപ്പോകരുത്. പിന്നെ ഷൂസ് ബാഗാന്ന് അവിടെ Shoes കാരണം അവര് ഒക്കെ എന്താ പറയാ? പരസ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഈ അതെ, സാധനമൊക്കെ. അതെ. ബാഗിലൊക്കെ സ്കൂളിന്റെ പേര്, നോട്ട് ബുക്കില് സ്കൂളിന്റെ പേര്, ഇതൊക്കെ അവര് പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഇതിപ്പോ പരിപാടി. ഇവരുടെ സ്റ്റുഡന്റ് ആണ് തിരിച്ചറിയാനാണ് എന്നുള്ളൊരു പോയിന്റ് പഠിക്കുന്നത്. ID കാർഡ് ഉണ്ട്. ഇനി വേണമെങ്കിൽ യൂണിഫോം ഉണ്ട്, യൂണിഫോം വെച്ച് തന്നെ അല്ല, കണ്ടുപിടിക്കാലോ. ഇപ്പൊ സെയിം ഇല്ല, കളർ ഇതിപ്പോ നോക്കണം. സെയിം uniform കളറിലെ പല പല ഇല്ലെങ്കിൽ ബ്രാൻഡ് ഇതൊക്കെ പോട്ടെ. ഉണ്ടല്ലോ. അവരുടെ ഒരു ബാഡ്ജിങ് എക്സ്ട്രാ വേണം. ശരി, സ്കൂളിലെ കുട്ടികൾക്ക് ടൈ കൊടുക്കട്ടെ, ടൈയില് സ്കൂളിന്റെ ലോഗോ വെച്ചു. ആ. അതൊക്കെ ഒരു ID കാർഡ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, അതിലൊക്കെ സ്കൂളിന്റെ ബാഡ്ജിങ് എല്ലാത്തിലും ഉണ്ട്. അല്ല, ഇപ്പൊ കളറിംഗ് ആണ് അവർ നോക്കണമെന്നുണ്ടെങ്കിൽ ആ സെയിം കളർ തന്നെ പോരെ. അതെ. ഇപ്പൊ പല പല നമ്മള് മെറ്റീരിയലുകളായിരുന്നു. നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്നു. അതെ. നമ്മളെ സ്കൂളിൽ നിന്നാണോ പഠിച്ചിരുന്നത്? അല്ല. ഇപ്പൊ ഡിബേറ്റിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു പോയിന്റ് പറഞ്ഞു, കട്ട് പീസ് കൊടുക്കാം, മതി, മതി. ഷെയ്ഡ് മാറില്ല. Correct. സാധനം കിട്ടിയത്. ഒരു കാർഡിൽ ഇതാണ് എല്ലാ പാരന്റ്സിനും സെയിം സാമ്പത്തിക നില ആയിരിക്കില്ല. അപ്പൊ പുറമേന്ന് അവരെ കംഫർട്ട് ഉള്ള സ്ഥലത്ത് അവർക്ക് വാങ്ങിക്കാന്നുള്ളൂ. അത്ര വില കൂടിയ ക്ലോത്ത് വേണ്ട, ചിലപ്പോൾ അതെ. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് ഒരു വേണ്ട. വീട്ടില് 2 കുട്ടികളൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാവും. അവർക്ക് ഇപ്പോഴത്തെ കത്തിയിരിക്കും. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയാം. ഒരു 2ാം ക്ലാസ്സിൽ തന്നെ ഒരു ഫീസ് ഭയങ്കര ഫീസ് എന്നുള്ളത് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം, നല്ല എമൗണ്ടാണ് മേടിക്കുന്നത്. 2ാം ക്ലാസ്സിൽ 15,000 20,000 ഒക്കെ മേടിക്കുന്നത്. അല്ല, ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത് നിർത്തല് വാങ്ങിക്കാണ്ട് നിവർത്തിയില്ലല്ലോ. അല്ലടാ. ഇപ്പൊ പറഞ്ഞ സമയത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ സിറ്റുവേഷനിൽ പാരന്റ്സ് ഫോഴ്സ്ഡ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സ്കൂളുകാർ പറയും അതാ പറഞ്ഞ ഇപ്പൊ ഒരു ഹ്യൂജ് എമൗണ്ട് ഇപ്പൊ സ്കൂളുകാർ ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ചു. ആ എമൗണ്ടിൽ നിന്ന് ചിലപ്പോ അതിനേക്കാൾ കുറവായിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. പിന്നെ ഈ ഷൂസൊക്കെ ഒരു കൊല്ലം അടുത്ത കൊല്ലം ഉപയോഗിച്ചൂടെ? കേടുപാടൊന്നും പറ്റിയില്ലെങ്കിൽ അടുത്ത കൊല്ലം ഉപയോഗിക്കാം, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ. അതേപോലെ യൂണിഫോം, ഈ സ്കൂളുകാർ കൊല്ലം യൂണിഫോം മാറുന്ന പരിപാടി ഉണ്ട് ഇപ്പൊ. അതാണ് പ്രശ്നം. നേരം കഴിഞ്ഞ കൊല്ലത്തെ സെയിം യൂണിഫോം എല്ലാ ചിലവരൊക്കെ വളർന്നുണ്ടാവും, സൈസ് മാറിയിട്ടുണ്ടാവും. പക്ഷെ സെയിം സൈസ് ഉള്ളവരും കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം ഉപയോഗിക്കാൻ പറ്റുന്നവരും ഉണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ പരിപാടി. സ്കൂളുകളിൽ കച്ചവടം വേണ്ട, അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ടോപ്പിക്. ശരി, ന്യൂ ഹൗസസ് ഷുഡ് ബി ബിൽഡ് ഇൻ ഓൾഡ് കേരള ട്രഡീഷണൽ ഡിസൈൻ. ഓർഡർ ഈവൻ വിളിച്ചല്ലേ ഓട് ഈവൻ ഇത് എനിക്കാണല്ലോ. ഞാൻ ഡിസഗ്രി. അതായത് പഴയ ട്രഡീഷണലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ ഡിസൈനുകളിലേക്ക് വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാവുന്ന ഒരു കാരണം, പണ്ടത്തെ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ 4 കെട്ട് 8 കെട്ട് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. നടുക്ക് ഓപ്പൺ ആയിട്ട് നടുമുറ്റം വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി കുറവാണത്. ഫസ്റ്റ് കള്ളന്മാർ വരാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ ഓടൾക്ക് സുഖമായിട്ട് വരാം, മച്ച് മാറ്റാം. ഈ മോഡേൺ ഡിസൈൻസിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാന്നാണോ പറയുന്നത്? ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അതായത് മോഡേൺ ഡിസൈനില് പഴയ വീടുകള് റിനോവേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹൈ മെയിൻ്റനൻസ് ആണ്, മരത്തിനും ഓടിനൊക്കെ ഹൈ മെയിൻ്റനൻസ്. ഇപ്പൊ സേഫ്റ്റി കൺസേൺ ഞാൻ പറയാം, പഴയ വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. പൈസ ഉള്ളവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ സേഫ്റ്റി കൺസേൺ ആവാൻ പറയുകയാണെങ്കിൽ പലരും ഇപ്പൊ അത് മോഡിഫൈ ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മരത്തിന്റെ ഇഷ്യൂ അത് മാറ്റാനായിട്ട് ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അയൺ ചെയ്ത് അത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഓടിളക്കിയാൽ പോലും അതിനിടയിലുള്ള ഗ്യാപ്പ് കുറച്ച് കഴിഞ്ഞാൽ ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരു ഗ്യാപ്പിലാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അവിടെ തീരും. പിന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഓപ്പണിങ് പറഞ്ഞ പോലെ 4 കെട്ടാണെങ്കിൽ ഇത് ഒരു നിലയാകുമ്പോഴാണ് മെയിൻ പ്രശ്നം. 2 നിലയിലേക്ക് പോകുമ്പോൾ അതിന്റെ മേളിലേക്ക് പടത്തി കയറാന്ന് പറയുന്നത് നടപടിയാവുന്ന കേസല്ല. ഒരു നിലയാകുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ ആൾക്കാർ മെഷ് ഇടുന്നതാണ്. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ട്രഡീഷണൽ ഡിസൈനിന്റെ കൂടെ
നമ്മൾ മോഡേൺ ആയിട്ടുള്ള കുറച്ച് ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വേറെ കൺസ്ട്രക്ഷന് പൈസ കൂടുതല. മോഡേണിന് വലിയ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രഡീഷണൽ ഡിസൈൻസ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ. അത് ഡിസൈൻ മാത്രമാണ്, പ്രാക്ടിക്കലി ട്രഡീഷണലിന്റെ ഉപയോഗമൊന്നും വരില്ല. പണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു വരാന്ത തന്നെ പറയാം, നല്ല ഹൈറ്റിലാണ് ഒരു തറ കിട്ടുക, അധികം വെള്ളമൊന്നും കയറണ്ട, ഒരു 4 സ്റ്റെപ്പൊക്കെ മിനിമം ഉണ്ടാവും കയറാനായിട്ട്. പിന്നെ വരാന്ത ടു റൂമുകളുടെ ചുമര് നല്ല വീതി ഉണ്ടാവും, വെള്ളം കുത്തി തെറിച്ച് ചുമരുമേക്ക് ആവാണ്ടിരിക്കാൻ. ഈ സാധനം ഒന്നും ഇപ്പൊ പറ്റില്ല, കാരണം അത്രയും കാശ് ചിലവാ, വേസ്റ്റ് ആണെന്നാണ് ഇപ്പോഴത്തെ ആള്. ഇപ്പോഴത്തെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അന്ന് കിട്ടിയിരുന്നു, അന്ന് വൈഡ്ലി അവൈലബിൾ ആയിരുന്നു പല മെറ്റീരിയൽസും, ഇന്ന് കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ട്രഡീഷണൽ ഫോളോ പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഡിസൈൻസ് ബട്ട് സ്റ്റിൽ ഡിസൈൻ വെറുതെ ഡിസൈൻ കൊണ്ടുവന്നില്ല. അതിന്റെ പ്രാക്ടിക്കാലിറ്റീസും ഇപ്പം അതായത് നല്ല ആർക്കിടെക്റ്റുകളുണ്ട്, അതായത് നല്ല ഐഡിയുള്ള ആർക്കിടെക്റ്റുകൾ ചെയ്യുന്ന കഴിഞ്ഞാൽ പഴയ ട്രഡീഷണൽ, അതായത് പണ്ട് ഇത് ചെയ്തിരുന്നത് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ കാശ് കുറവിന് നല്ല ആർക്കിടെക്റ്റിനെ വിളിക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണ കാശിനെങ്കിൽ ഇവിടെ ഒരു റൂം എക്സ്ട്രാ പണിയാം. അങ്ങനെയൊന്നുമില്ല, ആർക്കിടെക്റ്റിനല്ല കാശ് വരുന്നത്, ആർക്കിടെക്റ്റിന്റെ കാശ് അതല്ലേ. നല്ല ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ അവർ നല്ല ആ പ്രാക്ടിക്കാലിറ്റി തിരിച്ചു കൊണ്ടുവരും. അതായത് പണ്ട് ഇത് ചെയ്തിരുന്നില്ല നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ആ വീടിന്റെ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. ചൂടുകാലത്ത് നല്ല തണുപ്പായിരിക്കും. അത് ഇന്നത്തെ കാലത്ത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ ബിൽഡേഴ്സ് ഉണ്ട്, ചെയ്യുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീടിന്റെ വീഡിയോകൾ കാണാം. അതായത് വളരെ ചിലവ്, അതായത് നമ്മൾ ഈ പറഞ്ഞ മോഡേൺ എന്ന് പറഞ്ഞ് ഭയങ്കര മാൻഷൻ അല്ലെങ്കിൽ ഒരു സാധനം ചെയ്ത് ഒരു 50-60 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർ വെറും 20-25 ലക്ഷം രൂപയ്ക്ക് നല്ല ഭംഗിയിൽ ഫുള്ള് ചെയ്ത് 20-25 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് പണി നിർത്ത് ഇന്റീരിയർ എല്ലാം അടക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സംഭവം, കുറേ ആൾക്കാർ വീട് പണിയുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാം ടോപ്പ് നോച്ച് വേണം എന്ന് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അല്ല, ടെക്നിക്കലി ടോപ്പ് നോച്ച് ഈ പറഞ്ഞ പഴയ വീടുകളിലും കൊണ്ടുവരാം. ടെക്നിക്കാലിറ്റിയുടെ കാര്യമില്ല പറഞ്ഞത്. ഇപ്പോൾ ഫ്ലോറിങ് ചിലർക്ക് വീട് പണിയാൻ ഇറ്റാലിയൻ മാർബിൾ തന്നെ വേണം, പെട്രിഫൈഡ് ടൈൽസ് തന്നെ വേണം, ഇതൊന്നും വേണ്ട. ഇപ്പോൾ കുറേ പേര് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഓക്സൈഡ് ഇല്ലേ, ഓക്സൈഡ് കളറിങ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? തണുപ്പുണ്ടാവും, ഫ്ലോർ നല്ല തണുപ്പായിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാണാനല്ല. അതായത് ഇപ്പൊ നമ്മൾ ടൈലിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുറിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ട്. എങ്ങനെ സീംലെസ് ഇട്ടാലും അതിൽ ചെറിയൊരു വാരെങ്കിലും ഉണ്ടാവും. ഇത് അതുപോലും ഇല്ല. പക്ഷെ അല്ല, ഇത് ഓക്സൈഡ് ചെയ്യുന്ന ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു തന്നെ, എപ്പോക്സി ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓക്സൈഡ് മറ്റേ ഇത് എപ്പോക്സി കോട്ടിങ് അടിക്കും. അതായത് ഓക്സൈഡ് ഫ്ലോറിങ് ചെയ്യും, അതിന് മേളിലൊരു ലെയർ എപ്പോക്സി അടിക്കും. അതിന് മാർബിൾ തോറ്റിക്കുന്ന ഡിസൈനുകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇനി പേഴ്സണൽ ഒപ്പീനിയൻ പറയണതിന് മുമ്പ് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. അതായത് ചിലവർക്ക് ഇപ്പോൾ ഓട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കളർ പാലറ്റ് ഉണ്ട്. ഓട് ഇത്തിരി ഡാർക്കർ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീട് ഡെഫിനറ്റ്ലി ലൈറ്റ് ഷെയ്ഡിലായിരിക്കും വീടിൻ്റെ ചുമര് വരിക, വീണ്ടും തറ ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകും. ഒരു കളർ പാലറ്റ് ഉണ്ട്. എത്രയൊക്കെ നമ്മൾ കളർ മാറ്റാൻ നോക്കിയാലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കളർ പാലറ്റ് ഉണ്ട് അതിന്. ഓടിൻ്റെ കളർ തന്നെ ചുവപ്പ്, ആ ഒരു ചുവപ്പിൻ്റെ ഷെയ്ഡ് ബ്രൗൺ, ആ ഒരു ഷെയ്ഡിലേക്കൊക്കെ പോവുള്ളൂ, ഓറഞ്ച് അങ്ങനത്തേക്ക്. പക്ഷെ പുതിയ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക്, ആ ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ള കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് അതിനോട് താല്പര്യമുള്ള ആൾക്കാരേ ഉള്ളൂ. അതെ. ഇപ്പോൾ പുതിയ വീടുകൾ ട്രഡീഷണൽ ആക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ ആൾക്കാരെ കണ്ടുപിടിക്കുന്ന അതിനുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ. ഡിബേറ്റിന്റെ ടൈം കഴിഞ്ഞ ഞാൻ പറയാം, പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അതിനോടൊരു താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഇപ്പൊ ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഈ പറഞ്ഞ ട്രഡീഷണൽ എന്റെ ഒരു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ 6-ാം നമ്പറിൽ മോഹൻലാൽ നടക്കുന്ന ഒരു ചാരസരൊക്കെ ഇട്ട് അത്ര ആഗ്രഹമുള്ളൂ. അതെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പക്ഷെ മെയിൻ്റനൻസ് ഭയങ്കര ഇപ്പൊ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മള് കഴിക്കൊരു മരത്തിന്റെ പിന്നെ ഈ സാധനം ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുറകോട്ട് ഇറങ്ങി നോക്കണം. അതിനൊരു സ്ഥലം വേണം. ഇവിടെ എല്ലാവരും 2.5 സെന്റ് 3 സെന്റിലേക്ക് വീട് പണിതാലും അങ്ങനെയൊക്കെ തന്നെ. ദൂരെ കണ്ടാലാണ് എപ്പോഴും വീടിന്റെ ഭംഗി. മോഡേൺ ആകുമ്പോ കാണാൻ ഭംഗിയില്ലെങ്കിൽ ഒരു മോഡേൺ പ്രത്യേകിച്ച് പുറത്തുനിന്ന് കാണാനുള്ള ഭംഗിയൊന്നും ഇല്ല. എല്ലാം മറ്റേ പെട്ടിക്കൂടെ അല്ല, മോഡേണിലും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഒരു അഭിപ്രായത്തിലേക്ക് മോഡേൺ ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. പുറത്തുനിന്ന് നമുക്ക് ഈ ട്രഡീഷണൽ വീട് എൻജോയ് ചെയ്യുന്ന അത്രയും
കണ്ട് ആസ്വദിക്കാനുള്ളത് അല്ല ഈ ഇല്ല. പ്രാക്ടിക്കൽ യൂസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണലിനുള്ളിലും നമ്മളെ മോഡേണിൽ എന്തൊക്കെ അങ്ങനെ facilities അങ്ങനെ ആണ് ചെയ്യാം. ചെയ്യാൻ ഇപ്പൊ പറഞ്ഞത് പറ്റും. പുറമേ നോക്കുമ്പോ actually- ട്രഡീഷണല്, ബാക്കിൽ നോക്കുമ്പോ ഉള്ളില് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം. ഒരു സ്റ്റൈൽ അങ്ങനെ പറയുന്നത് അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ തന്നെ, അതായത് ട്രഡീഷണൽ ഔട്ട്ലുക്ക്, ആ, പക്ഷെ എല്ലാ മോഡേൺ അങ്ങനെ ചെയ്യാം. ഓക്കെ. അതായത് അങ്ങനെയാണ് ഇപ്പൊ മിക്കവരും ചെയ്യുന്നത്. ഈ പണ്ടത്തെ തട്ടുമോൾ എന്ന് പറയില്ലേ, അറ്റിക് എന്ന് പറയില്ലേ, ആറ്റിക് ഒക്കെ ഇപ്പൊ മറ്റേ യൂസ് യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആറ്റിക് നമുക്ക് ഇപ്പം ക്രിയേറ്റ് ചെയ്യാം. ആറ്റിക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ജസ്റ്റ് മറ്റേ നമുക്ക് കമ്പ്യൂട്ടർ വയ്ക്കാനും ആ അല്ലെങ്കിൽ അങ്ങനത്തെ workout ചെയ്യാനുള്ള പർപ്പസിന്. space അല്ലാണ്ട് ഇവിടെ പണ്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി മരപ്പെട്ടിയാണ് അതിനുള്ള അതിനുള്ള സാധനങ്ങൾ ഉണ്ടാവുള്ളൂ, കൂട്ടിയാണ് സാധനങ്ങൾ use കയറ്റിട്ടുണ്ടാവുള്ളൂ. അതല്ല ഡെയിലി യൂസിന് യൂസ് ചെയ്യാത്. ലൈക്ക് ഒരു വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ. ആ, അങ്ങനത്തെ നമ്മുടെ use ചെയ്യും. വീട്ടിലുള്ള സ്പേസും പോവില്ല, അതെ. അതിനുള്ള സ്ഥലവും കിട്ടും. ഒതുങ്ങിയിരുന്നോളൂ അവിടെ. അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ വലിച്ചു വരിടാതിരുന്നാൽ മതി. എല്ലാം പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ ഡെയിലി അവിടെ കയറി. ഇതിന്റെ മെയിൻ സംഭവം ആറ്റിക്കിൽ ലൈറ്റ് കിടക്കണം. പണ്ടത്തെ വീടുകളിൽ ഏറ്റവും light ഇല്ല. പ്രശ്നമായിരുന്നു ആ ഇരുട്ട് മുറിയാ, നട്ടുച്ചയ്ക്ക് പോയാലും അതിൻ്റെ ഉള്ളിൽ ഇരുട്ടായിരിക്കും. അതൊരു വിൻഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കിടക്കുന്നത് തന്നെ പകുതിയും ഈ റോഡൻസും ബെസ്റ്റ് ഒക്കെ ഒഴിവായിക്കോളും. നിങ്ങളുടെ ഓഡിയൻസിലും പേഴ്സണൽ ഒപ്പീനിയൻ ഇതേപോലെ ഭയങ്കര വേരിയൻസ് Comment ചെയ്യാം. അല്ല എന്തായാലും അത് മിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കുള്ളൂ. Yeah, കാരണം അത് നമ്മള് പറഞ്ഞ് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ല. എല്ലാവരും പേഴ്സണൽ പേഴ്സണൽ ടേസ്റ്റ് ഇപ്പൊ പുറം നാട്ടിലൊക്കെ റൂൾ ഉണ്ട്, അവരുടെ ഒരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തോളാം. ടൗൺ ഏരിയ ഇന്ത്യയിൽ അത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള പോലെ ഇപ്പൊ പണിയാം. അതൊരു സേഫ്റ്റി ഉള്ള ഇത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ പറയുന്നത്. അവിടെ സേഫ്റ്റി ഉണ്ട്, നാടിന്റെ ഒരു ഭംഗി നോക്കണ്ട. അവര് അത് സിറ്റി ലിമിറ്റ്സിലാണ്, സിറ്റി പ്ലാനിങ് കൗൺസിലാണ് അത് approve അവിടെ ചെയ്യുന്നത്. ആ ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഇവിടെ പ്ലാന്റ് സിറ്റി തെലുങ്കാന മാത്രം കണ്ടുള്ളൂ. ഇപ്പൊ നമ്മളൊരു നെയ്ബർഹുഡിൽ ചെന്നാൽ തന്നെ നമ്മളോട് പോലെ വളഞ്ഞും തിരിഞ്ഞും തോന്നിയ വഴിക്ക് റോഡ് എല്ലാ റോഡിനും പേരുണ്ടാവും, കാരണം നമ്പർ ഉണ്ടാവും. പേരുന്ന് മാത്രല്ല എല്ലാം പോകുന്നത് ഇങ്ങനെ മറ്റേ ഈ ചെസ് ബോർഡിന്റെ അതുപോലെ ഇങ്ങനെ മനസ്സിലായി. കട്ട 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 കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് പ്ലാന്റ് ആണ്. അത് ഇവിടെ വരാത്തോളത്തോളം കാലം ഇഷ്ടമുള്ള പോലെ പണിയട്ടെ, നല്ലത് പണിയട്ടെ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പണിയട്ടെ. പക്ഷെ പൂട്ടിയിടാൻ വേണ്ടി പണിയാണ്ടിരിക്കുക. പക്ഷെ അതെന്റെ ഒപ്പീനിയൻ. ഒരു സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ അതും നമ്മുടെ പ്രൈവസിയിൽ നോക്കുന്ന പരിപാടിയല്ലേ. ഒരു സ്വന്തം സ്ഥലം വാങ്ങിച്ച് ആ സ്ഥലത്ത് നമ്മുടെ ഇഷ്ടത്തിന് വീട് പണിയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇല്ല, നമ്മള് എന്നാ പിന്നെ ആ നാട്ടിൽ നിൽക്കേണ്ട പൊക്കോ വേറെ അവിടെ ജനിച്ച് നമ്മുടെ nation അതാണല്ലോ. നമുക്കൊരു എക്സാമ്പിൾ US എടുക്കുകയാണെങ്കിൽ ടൗൺ ലിമിറ്റ്സിൽ വരുമ്പോഴുള്ള ഈ സാധനം നിനക്ക് ഇഷ്ടപ്രകാരം Rural area കുറച്ച് ഒക്കെ. മേളിലേക്ക് ഇപ്പൊ ഒരു മൗണ്ടൻസ് ഒരു ഹിൽ സൈഡ് അങ്ങനെയൊക്കെ നോക്കി അല്ല അതിപ്പോ നമ്മള് വാങ്ങിക്കുന്നത് ഇപ്പൊ നമ്മള് ജനിച്ച ഇപ്പൊ ഓക്കെ ഞാൻ ഇന്ന സ്ഥലത്ത് ജനിച്ച അപ്പൊ എനിക്ക് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആ സാധനമൊക്കെ അത് ഓരോ ടേസ്റ്റ് അനുസരിച്ച് ഈസി. അവിടെ ഗവൺമെന്റ് അങ്ങനത്തെ റൂള് Easy. കൊണ്ടുവരും. ഇപ്പൊ ആൾക്കാര് നീ ഇപ്പൊ ഫോളോ നിനക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിനക്ക് ഈ കാര്യം നാട്ടിൽ നിന്ന് പോകുന്ന നീ ജനിച്ച സ്ഥലത്ത് പോകാൻ താല്പര്യമില്ലാത്തത് നിനക്ക് അവിടെയുള്ള കണക്ഷൻസ് കൊണ്ടാണ്. ആ സാധനം നീ ഒരു സിറ്റി ലൈഫിൽ നിനക്ക് ആ സാധനം കിട്ടില്ല. അങ്ങനത്തെ കണക്ഷൻ ഒന്നും അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. സ്വന്തം കാര്യം നോക്കുക, വല്ല വഴിക്കും പോവുക. അല്ല, അങ്ങനെ നമ്മുടെ സ്ഥലം ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു മെന്റാലിറ്റി അവിടെ ആദ്യം വന്നിണ്ടാവും എന്തായാലും. അത് മാത്രല്ല അവിടെ വേറെ റൂളിനെ അറിയോ, എന്താ നല്ല വൃത്തിയാണ്. അതായത് നമ്മൾ നമ്മുടെ വീട് കുറച്ചുകൂടെ പൂട്ടിയിട്ട് എന്ന് വെച്ചോ, അത് വേറെ ആൾക്കാർക്ക് ലൈക്ക് അത് എന്താ പറയാ അവിടെ കയറി താമസിച്ചിട്ട് അതിന്റെ റൈറ്റ്സ് എടുക്കാൻ പറ്റും. അവരുടെ പേരിലോ വീട്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വീടുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നം അവിടെ. ലൈക്ക് അങ്ങനെ നമ്മൾ കുറെ നാൾ തിരിഞ്ഞു ഇത് ഏത് കൺട്രിയിലാ? യുഎസിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ലൈക്ക് അതായത് അവിടെ കയറി കയ്യേറി താമസിച്ച് പണ്ട് ഈ നമ്മുടെ കുടിയടക്കാവകാശം ആ സെറ്റപ്പ് ഒക്കെ തന്നെ. പക്ഷെ അവിടെ അങ്ങനത്തെ റൈറ്റ്സ് ഉണ്ട്. ഇവിടെ നീ കൊറേ വീട് കിട്ടായിരുന്നു, ഇഷ്ടംപോലെ വീടുണ്ട് പൂട്ടിയിട്ടുണ്ട്. ഇവിടെ കയറി താമസിക്കാം. ഇവിടെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ പോലീസിനെ എടുത്തുകൊണ്ട് കൊടുക്കും. അടുത്തേക്ക് പോവാം. ഓക്കെ, തേർഡ് ടോപ്പിക്. ഗവൺമെന്റ് ഷുഡ് ഓൾട്ടർ പ്രിയദർശിനി സ്കീം ടു ബെനിഫിറ്റ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ്. പ്രിയദർശിനി പ്രിയദർശന ഡയറക്ടർ സിനിമയില്ലേ അയാൾക്ക് അത് എഴുതുകയാണ്. അത് പ്രിയദർശനല്ലേ? പ്രിയദർശൻ ഡയറക്ടർ. അയാളെ ഹീറോയിന്റെ ക്യാരക്ടറിന്റെ പ്രിയദർശിനി. ഓക്കെ, അപ്പൊ ഓർഡർ 1. ഓടെ ഓടി. തുടങ്ങട്ടെപ്പാ. ആ ഐ ഡിസഗ്രി. ആ ഓ ഓക്കെ. അതായത് പ്രൈവറ്റ് ബസ്സുകാർക്ക് വേണ്ടി ഈ സ്കീം ഓൾട്ടർ ചെയ്യണം എന്നാണ് സ്റ്റേറ്റ്മെന്റ്. സ്കീം ഓൾട്ടർ ചെയ്യണം, കാരണം ഇപ്പോൾ അത് റീസെൻ്റ്ലി ആണ് റോൾ ഔട്ട് ചെയ്തേക്കുന്നത് ആ സ്കീം. അപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊന്നും ഒരു മനുഷ്യനില്ല. ഇവർ ഇഷ്ടം പോലെ ടാക്സ് മേടിക്കുന്നുണ്ട് ഗവൺമെൻറ്. എന്നിട്ട് എന്തിനാണ് പ്രൈവറ്റ് ബസ്സുകാരുടെ തന്നെ ടിക്കറ്റ് കുറയ്ക്കണേ, അല്ലെങ്കിൽ ആൾക്കാരെ കയറ്റാണ്ടിരിക്കണേ? ടാക്സ് മേടിക്കുന്നുണ്ട്, പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. ഓടുണ്ടായിരുന്നു ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ആ വെറുതെ കാലിടിച്ച് ഓടാൻ ഗവൺമെന്റ് ഇപ്പൊ സ്കീം ഞാൻ പ്രൈവറ്റ് ബസ്സിൽ ഇത്ര സ്ത്രീകൾ മാത്രമാണോ ചോദിച്ചോണ്ടിരുന്നത്. സ്ത്രീകൾ ഇപ്പോൾ കൂടി ഉണ്ടാവും.
പക്ഷെ ഗവൺമെന്റ് ആകെ കൊണ്ടുവന്ന സ്കീം എന്താ, സ്ത്രീകൾക്ക് KSRTC ആ പറയുന്ന പ്രിയദർശിനി സ്കീമിൽ പെടുന്ന ബസ്സുകളിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 90% സ്ത്രീകളായിരുന്നിരിക്കും അപ്പൊ ഇത്ര ആൾ കയറിക്കൊണ്ടിരുന്ന ശരി, അല്ലാണ്ട് അവര് ഇങ്ങനെ നിലവിളി ഉണ്ടാക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പ്രിയദർശിനി ബസ്സുകൾ ഒരു ലിമിറ്റഡ് എണ്ണമാണ് ഓടുന്നത്. ആ ടൈം കാത്തു നിന്ന് സ്ത്രീകൾ KSRTCയിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഇല്ല, പ്രൈവറ്റ് ബസ്സിന്റെ ടൈമിങ്ങിലായിരിക്കും ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാണ്ട് വളരെ private ബസ്സിലോ വളരെ ലിമിറ്റഡ് എണ്ണമാണ് പ്രിയദർശിനി സ്കീമിൽ ഓടുന്ന ബസ്സുകളുള്ളൂ ഓരോ സ്ഥലത്ത്. അല്ലാണ്ട് പ്രൈവറ്റ് ബസ്സുകാർ എന്തിനാ ഒച്ച ഉണ്ടാക്കണേ? അവരെ എഫക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒച്ച Affect ഉണ്ടാക്കില്ലല്ലോ. ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് ആളുകൾ മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ട്, അതാണ് ഇവിടെ വാലിഡ് പോയിന്റ്. പ്രൈവറ്റ് ബസ്സുകാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ശരിയാണ്, പൈസ നോക്കിയിട്ട് ആരും ഈ പറഞ്ഞ പോലെ കയ്യിലിരിപ്പുണ്ട്. പോകില്ല. കാരണം അവർക്ക് 2 അത് മിനിറ്റ് മാത്രം, അതെ 1.5 മിനിറ്റ് വ്യത്യാസത്തിലൊക്കെ എന്ത് റൂട്ട് കൊടുത്തിട്ടുണ്ട് അവര്. അല്ലല്ല, എന്ത് ധൈര്യത്തിലാണ് ഈ പറഞ്ഞ സ്ത്രീകൾ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറിക്കുന്നത്? അവരുടെ ഓടിക്കല് ഈ മത്സരോട്ടമാണ്, റാഷാണ്. നല്ല റാഷ് ഡ്രൈവിംഗ്. എന്ത് സേഫ്റ്റി ആണല്ലോ ഇവർക്ക്. അല്ല, ഈ ബസ് അവർക്ക് സേഫ്റ്റി അല്ല, അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അതെ കയറിക്കൊണ്ടിരുന്നത്. അതെ, അവർക്ക് വേറെ വഴിയില്ല. ഇപ്പോ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫ്രീ ആണ്, 2 സേഫ് ആണ്. KSRTC കംപ്ലീറ്റ്ലി സേഫ്. കഴിഞ്ഞ ദിവസം ആണുങ്ങളിരുന്ന് തള്ളിക്കൊണ്ടുപോകണം. എന്നിട്ട് ആണുങ്ങൾ റീലില് പറയാണ് എവിടെ പെണ്ണുങ്ങൾ എന്തേ വന്ന് തള്ളാൻ. വണ്ടി കേടാവുന്നിടത്ത് ആളുകൾക്കൊന്നും സംഭവിക്കുന്നില്ല. ബ്രേക്ക് ഫെയിലിയർ കാര്യങ്ങളൊക്കെ ശരിയാണ്, ബട്ട് സ്റ്റിൽ KSRTC പക്കാ സേഫ് ആണെന്ന് ഞാൻ സമ്മതിക്കില്ല. പക്കാ സേഫ് അല്ല, പകുതി മുക്കാലും ദൂരം കമ്പാരിറ്റീവ്ലി സേഫ്. റാഷ് ഡ്രൈവിംഗ് കൊണ്ട് സംഭവിക്കുന്ന അപകടം ഉണ്ടാവില്ല. റാഷ് ഡ്രൈവിംഗ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്. അത് മറ്റേ ഫാസ്റ്റില് സ്വിഫ്റ്റിലൊക്കെ ഓർഡിനറി ആകെ 50-40 കണ്ട പോണ സാധനം. ഓർഡിനറിയിൽ മാത്രമല്ല ഇപ്പൊ പ്രിയർസിനേ ഉള്ളൂ. സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത്. See, അതാണ് പറഞ്ഞത്, അതാ rash പറഞ്ഞത്, driving എന്ത് കൊണ്ട് ധൈര്യം- ഉണ്ടാവില്ല. എന്ത് ധൈര്യത്തിലാണ് പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. 2 പ്രൈവറ്റ് ബസ്സുകളുടെ കണ്ടിരുന്നോ? വണ്ടി അത് തട്ടി timing എടുത്തു, പ്രശ്നമാണ്. ടൈമിങ്ങിന് പ്രശ്നം. വണ്ടി തട്ടി എടുത്തുകൊണ്ട് പോയി റിവേഴ്സ് വന്ന് അല്ല, വീണിട്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ സോർട്ട്. അത് പ്രൈവറ്റ് ബസ്സുകാർ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ സോർട്ട് ചിന്തിക്കുന്നത്? ചെയ്യാം. ഗവൺമെന്റ് ഈ പറഞ്ഞ ഒരു ബസ്സിന്റെ ടൈം ഇത് ഇത്ര അടുപ്പിച്ച് ഓടുന്നത്, അതുകൊണ്ട് നീക്കി നിങ്ങളുടെ കൊടുത്താൽ മതി. അല്ല നിങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാന്ന് പറഞ്ഞാൽ എത്ര ബസ് ഓണേഴ്സ് റദ്ദാക്കാലോ, നീക്കി വെക്കാലോ, ടൈം സമ്മതിക്കില്ല. നീക്കിക്കാലോ. സമ്മതിക്കില്ല. ഈ പറഞ്ഞ പെർമിറ്റ് ഈ പറഞ്ഞ ടൈമിന് ഇവർ ചോദിച്ചു മേടിക്കുന്നതാ. കാരണം എന്താ, ഇവർക്കറിയാം പീക്ക് അവേഴ്സ് എപ്പോഴാന്ന്. ഈ പീക്ക് അവേഴ്സിലാണ് പ്രൈവറ്റ് ബസ്സിൽ അടുപ്പിച്ച് ഓടുന്നത്. കാരണം എല്ലാ ബസ് ഓണേഴ്സിനും അറിയാം ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്. അതിനു വേണ്ടി ഇവര് തന്നെ മത്സരിച്ച് മേടിച്ചിട്ടുള്ള ടൈമിംഗ് ആണിത്. എന്നിട്ട് അവർ അതേ ഗവൺമെന്റ് കൊടുക്കുന്ന ടൈമല്ലേ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് ഒരു ഓപ്ഷൻ ഇവര് അതായത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവര് തല്ലിട്ട് എന്തിനാ കൊടുക്കാൻ പോണേ? ഈ ബസ് ഓണേഴ്സ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അത്യാവശ്യം നല്ല ഹോൾഡർ ആൾക്കാരാണ്. അവരുടെ ആൾക്കാർ തന്നെയാണോ അപ്പൊ ഈ അലോട്ട് ചെയ്ത് കൊടുക്കണ? നമ്മുടെ നാട്ടില് ഹോൾഡറുള്ള ആൾക്കാർക്ക് നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഗവൺമെന്റ് അവന് ഒരേ ടൈമിൽ പെർമിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ വാശി ഗവൺമെന്റ് എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാറ്റിയിട്ട് പെർമിറ്റ് കൊടുക്കും. വേറെ ഓപ്ഷൻ ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവര് മോളിൽ നിന്ന് ഹോൾഡ് ചെയ്യും, ഇവിടെ വിളിച്ചിട്ട്. അപ്പൊ പ്രിയദർശിനി സ്കീം ഇറക്കിയതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാരെ പൊട്ടിക്കാനാണ്. എന്റെ ഇടയിൽ കൂടെ പാട്ട് 4 മണിയായി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ പറ്റില്ല. നോട്ട് ഷോ, നമുക്കത് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഒരു ഉറപ്പില്ല അതിന് വേണ്ടിയാണ്. ഒപ്പീനിയനിലേക്ക് വരാം. ഞാൻ പ്രിയദർശിനെ സപ്പോർട്ട് ചെയ്യണം. ഗതികേടുണ്ട് നിന്റെ ഓട് ചെയ്യണം. ഞാനല്ല, നീയല്ല ഉണ്ടാക്കിയ റൂൾസ്. ഞാനും പ്രിയദർശിനെ സപ്പോർട്ട് ചെയ്യണം. ഞാനും ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം എവിടെയോ ഇന്നല്ലേ നമ്മൾ നോക്കിയപ്പോൾ വായിച്ചായിരുന്നു, ബാംഗ്ലൂരിലെ BMTCയിൽ ഇതേപോലെ പ്രൈവറ്റ് ബസ്സുകൾ ബാംഗ്ലൂർ സിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നും അവിടെ ഈ സ്കീം കൊണ്ടിരുന്നെന്നും പ്രൈവറ്റ് ബസ് ഗ്രാജുവലി ശക്തി സ്കീം ഗ്രാജുവലി പ്രൈവറ്റ് ബസ്സുകൾ അതേപോലെ നിന്നതാണെന്നും ആണ് വായിച്ചത്. എത്രത്തോളം കറക്റ്റ് ആണ് ആക്യുറേറ്റ് ആണ് ഇൻഫോ എനിക്ക് അറിയാം. ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. 2-3 സ്ഥലത്ത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇതേ സെയിം ഇൻഫോ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്കീമായിരിക്കണം ചിലപ്പോൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നത്. റൂറൽ ഏരിയസിൽ കിടക്കട്ടെ, പ്രൈവറ്റ് ബസ് കിടക്കട്ടെ, അർബൻ സിറ്റി ഏരിയാസിൽ ഇത് മതി. പക്ഷേ പ്രോപ്പറായിട്ട് വേണം. മെയിൻലി സാധനം വേണ്ടത് എറണാകുളം. അവിടെ അത് പ്രോപ്പറായിട്ട് വേണം. ഇപ്പൊ ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് KSRTCയിലാണ്, ഓർഡിനറിയിലാണ്. ഇന്ന് കണ്ട ബസ് നാളെ കാണൂല. ആ സമയത്ത് എന്തിനാ കേടായി നന്നാക്കാന്ന് പകരം ബസ് വരും. എവിടെ 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ട്. അത് പക്കയാക്കണം. പിന്നെ നമ്മുടെ കോളേജ് ടൈമിലൊക്കെ വെച്ച് നോക്കുമ്പോൾ KSRTC ഇപ്പൊ മച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ആവട്ടെ, അത് ഞാനും പറഞ്ഞു. ഇന്ന് കണ്ട ബസ് ഡെയിലി അവിടെ ഉണ്ടാവണം. ഇതില് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ KSRTC നന്നായി വരെ ഇപ്പൊ ടോമി തച്ചങ്കരി കയറി പുള്ളിണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് KSRTC നോക്കി പുള്ളിയുടെ അടുത്ത് തട്ടി. അതാരും പറഞ്ഞ പവർ മാറ്റേഴ്സ്. അത് നന്നാക്കാൻ നോക്കുന്നവരെ
ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ തന്നെയാണ് അവരെ ഒഴിവാക്കും. അവരെ survival-ന് ഒന്നുകൂടി റിസ്ക് എലമെന്റ് കൂടിയേക്കാണ് അതായത് സത്യം പറഞ്ഞു ഇപ്പൊ ഈ കഴിഞ്ഞാൽ. ടോമിനോ ചെക്കയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുള്ള സമയത്ത് അനാവശ്യമായിട്ട് ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഈ യൂണിയൻ പ്രവർത്തനം ഉണ്ടല്ലോ, ഈ പരിപാടിക്കൊക്കെ പുള്ളി ഭയങ്കര എതിരാണ്. അതിന് പോയി കഴിഞ്ഞാൽ അവരെ അത് ആബ്സെന്റ് മാർക്ക് ചെയ്യും. യൂണിയനൊക്കെ എന്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ യൂണിയൻകാരെല്ലാരും പുള്ളിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഇത് പക്കറ്റ് നന്നാക്കുക, നടത്തിക്കൊണ്ട് കിടക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആ യൂണിയനെ ഏൽപ്പിക്കുക, നിങ്ങൾ നടത്തിക്കോ, കുറച്ച് പൈസ ഞങ്ങൾക്ക് തന്നാൽ മതി മാസം. ഗവൺമെന്റിന് യൂണിയനെതിരെ കളിക്കാൻ പറ്റില്ല, കാരണം അവരുടെ പാർട്ടിയുടെ ബേസിലാണ്. യൂണിയന് ഫുള്ള് KSRTC അവർക്ക് കൊടുത്തോ, നിങ്ങൾ ഓടിക്കാണ്ടിരിക്കുക, മാസം ഞങ്ങൾക്ക് ഇത്ര കാശ് കിട്ടും. എനിക്ക് പ്രൈവറ്റ് ബസ് ഒരു 4-5 മാസത്തിനുള്ളിൽ പൂർവാധ ശക്തിയോടെ തിരിച്ചു വരും. KSRTC എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടുന്നതായിരിക്കും. ഒരു തീരുമാനമാവില്ല, എന്തെങ്കിലും ഒരു തീരുമാനമാവും. ഇപ്പോ ആൾക്കാരും മറ്റേ പ്രൈവറ്റിൽ കയറാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നേരെ സർക്കാരിന്റെയും KSRTC മേലേക്ക്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ പൊതുവെ ബസ്സിലൊക്കെ കയറാറില്ല. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ സ്വന്തമായിട്ട് പോകാറുള്ളൂ, വണ്ടിയിലും പോകാറുള്ളൂ. പക്ഷെ ഇൻ കേസ് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ ഒരിക്കലും കയറില്ല. കാരണം എനിക്ക് ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ മറ്റേ തുന്നിക്കൂട്ടി സ്ക്രൂ ഇട്ടും വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ ബോഡി മൊത്തം പീസായിട്ട് പുറത്തേക്ക് എടുക്കേണ്ടി വരും. എനിക്കൊരു ധൈര്യമില്ല കയറാൻ. സെലക്ടഡ് പാട്ടുകളാണ്. പാട്ടിന് പിന്നെ മറ്റേ ബീറ്റൊന്നും വേണ്ട, വണ്ടി കുഴി ചാടുമ്പോൾ ഓട്ടോമാറ്റിക് ഒന്നുള്ളൂ. KSRTC മര്യാദക്ക് ടൈമിന് മെയിൻ്റനൻസ് കറക്റ്റ് പോകണം. ആ വോൾവോ ബസ് ഒക്കെ എന്ത് മാഷിട്ടൊക്കെ കാണാനില്ല. AC വോൾവോ നോൺ AC ലോ ഫ്ലോർ. അത് കമ്പനി വിത്ത് 10 വർഷം 15 വർഷം സർവീസ് അടക്കം കൊടുത്തിട്ടാണ് വണ്ടി ഡെലിവറി ചെയ്തത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആകെ കരിയൊക്കെ പിടിച്ച് ആകെ ഒരു അലമ്പായത്. വോൾവോ മറ്റേ ഓറഞ്ച് വോൾവോ ഇപ്പൊ ഇടക്ക് കാണാം എയർപോർട്ടിൽ. ഇത് കാണാനില്ല. കുറെ വണ്ടികൾ പോയത് അങ്ങനെയാണ്. ഇത് സർവീസ് കൊടുക്കുന്നത് കമ്പനി ഇത്ര വർഷത്തെ സർവീസ് കോൺട്രാക്ട് അടക്കമാണ് വണ്ടി KSRTC കൈമാറിയിട്ടുള്ളത്. പക്ഷെ അത് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ KSRTC എന്ത് ചെയ്തു, ഇപ്പം സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ട്രിപ്പ് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരുടെ ഡിപ്പോയിൽ കയറിയിട്ട് ഈ വോൾവോന്റെ ബോൾട്ടൊക്കെ ഡിഫറെന്റ്, സാധാ സ്ക്രൂ ഫിറ്റ് ആവില്ല, അവരുടെ തന്നെ വേണം. അതില്ലാണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, കമ്പി കഷ്ടിട്ട് കെട്ടി വയ്ക്കുക, തുറക്കേണ്ട സാധനം വെൽഡ് ചെയ്ത് അടച്ചു കൂട്ടി വയ്ക്കുക, ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തു. പണ്ട് ഓർക്കണ്ടേ സ്വിച്ച് ഓൺ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഓറഞ്ച് പണ്ട് അയ്യോ രാജാവിന്റെ പേര് പറഞ്ഞല്ലോ, അല്ലല്ലോ നമ്മുടെ കേരളത്തിലല്ല, ഐ തിങ്ക് നോർത്ത് ഇന്ത്യയിലെ അവിടെ പുള്ളി മറ്റേ റോൾസ് റോയ്സ് വെച്ചാൽ അറിയോ, തന്നെ ആ സംഭവം പോലെ റോൾസ് റോയ്സുകാര് അന്ന് ഒഫൻഡഡ് ആയ പോലെ വോൾവോക്കാർ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്കൂൾ ഓർ കോളേജ് സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഒരു ബസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. പ്രിയദർശിനിയേക്കാളും കൂടുതൽ വേണ്ടത് അതായിരുന്നു. ഈ ഫ്രീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൺസ്ട്രക്ഷൻ ചാർജ് മേടിച്ചോട്ടെ. പക്ഷെ അതിന് വേണ്ടി ആ സ്കൂൾ ടൈമിൽ ഒരു 2-3 ബസ് എല്ലാ റൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനാണ്. കാരണം ഈ പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ടുള്ള അടുത്ത ഏറ്റവും വലിയ ശല്യം ഇതാ, സ്കൂൾ പിള്ളേരെ മറ്റേ ബസ്സിൽ നിന്ന് തള്ളിയിടുക. ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഫ്രീ കൊടുക്കാനുള്ള വകുപ്പുണ്ട്, ഇവിടെ അതില്ല. അവിടെ ചിലപ്പോ ആൾക്കാർ കുറവായിരിക്കും. സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർക്ക് കൊടുക്കേണ്ടതാണ് ശരിക്കും വേണം. ആവശ്യക്കാർക്ക് കൊടുക്കും. ഈ പിള്ളേരും ഫ്രീ കൊടുക്കണം ഞാൻ പറഞ്ഞില്ല, കൺസെഷൻ മേടിച്ചിട്ട് ചാർജ് മേടിച്ചോട്ടെ. ഈ നിന്നും തൂങ്ങിയും പോണ്ടല്ലോ, ഇരുന്ന് പോവാലോ. അല്ല KSRTC കൊണ്ട് കൺസെഷൻ ആണെങ്കിലും ഇരുന്ന് പോവാം, പ്രൈവറ്റ് ബസ് പോലെ അല്ല. കൺസെഷൻ എടുത്ത് കഴിഞ്ഞ് ഇരുന്ന് പോവാം. സീറ്റ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ അതല്ല, ഞങ്ങൾക്ക് സീറ്റ് കിട്ടാറില്ല, പോകുമ്പോഴും കിട്ടാറില്ല വരുമ്പോഴും കിട്ടാറില്ല. നമ്മള് കയറുമ്പോ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം. പ്രൈവറ്റ് ബസ്സിലെ അവസ്ഥ അതല്ല. പ്രൈവറ്റ് ബസ്സില് വേറെ ആളൊന്നും കഴിഞ്ഞാൽ എനിക്ക് പോവും, മാറിക്ക് ഈ സെറ്റപ്പാ. പിള്ളേരുടെ അടുത്ത് ലൈക്ക് ഒരു ഗുണമില്ലാത്ത രീതിയിലുള്ള സംസാരം. എനിക്ക് ഈ പ്രൈവറ്റ് ബസ്സുകാരോട് പറയാനുള്ളത്, ഈ പറഞ്ഞ പിള്ളേരൊക്കെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന കുറച്ച് പിള്ളേരാണെന്ന് കരുതിക്കോ. ഇന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന റൂട്ട് ബിഹേവിയറിന് ഒരു 8 കൊല്ലത്തിന് ശേഷം അവരായിരിക്കും ചിലപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടും പോലീസൊക്കെ ആയിട്ട് വരുന്നത്. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പിള്ളേരോട് പെരുമാറാ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് തിങ്ക് വൈസ്ലി ഡു വൈസ്ലി. നെക്സ്റ്റ് പോയിന്റ്, മൂവി റിവ്യൂസ് ഷുഡ് ബി പോസ്റ്റഡ് ആഫ്റ്റർ FDFS. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഓർഡർ ഇവൻ ഓടലക്കി പോവാല്ലേ, എന്നാ പിന്നെ ഓട്. 5, 6, 7 എന്നിട്ട് ഓടാണ്. ശരി, I disagree.
ഡിസഗ്രി. സ്റ്റാർട്ട് ആ അതായത് മൂവി റിവ്യൂ Should ഷുഡ് ബി പോസ്റ്റഡ് After ആഫ്റ്റർ first ഫസ്റ്റ് day. just after first Oh. day. കള്ളൻ. പോസ്റ്റ് ചെയ്യണത് നല്ലതല്ലേ? നല്ലതാണ്. അതെ. എങ്ങനെ പറയാൻ പറ്റുള്ളൂ? നല്ലതാണോ? നല്ലതാണ്. നല്ല ഓക്കെ. അതായത് പറഞ്ഞോ. പറഞ്ഞു ഇല്ല നീ പറ. എടാ ഇപ്പോ എല്ലാവർക്കും പടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഭയങ്കര ഹൈപ്പിൽ വരുന്ന പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പടം കാണാൻ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഈ റിവ്യൂ ഒക്കെ ഒരു സഹായിക്കും. ചിലപ്പോൾ ഭയങ്കര ഹൈപ്പിൽ വരുന്ന പാൻ ഇന്ത്യൻ പടങ്ങളൊക്കെ ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ വീണത് ഈ റിവ്യൂവിന്റെ ഭാഗം ഉണ്ടാവും. റിവ്യൂവിന്റെ പവർ കൊണ്ട് വീഴണ പടങ്ങളുണ്ട്. പക്ഷെ അതിൽ അവർ പറയണതിൽ കാര്യം ഉണ്ടാവുമല്ലോ. നെഗറ്റീവ് റിവ്യൂ കൊണ്ട് പെയ്ഡ് റിവ്യൂസ് പറഞ്ഞ് ഫ്ലോപ്പ് ആക്കിച്ച പടങ്ങൾ എത്രയുണ്ട്. അതുണ്ട്. പിന്നെ ഈ ദൃശ്യം പോലുള്ള സിനിമകൾ വന്ന് റിവ്യൂ പറഞ്ഞ് അതിന്റെ സസ്പെൻസും പൊളിച്ച് ആൾക്കാരെ വെറുപ്പിച്ചിട്ടുള്ള റിവ്യൂവേഴ്സ് എത്ര പേരുണ്ട്. സസ്പെൻസ് പറയാണ്ടിരിക്കുക അതെല്ലാ റിവ്യൂവേഴ്സും. പിന്നെ ഈ റിവ്യൂ എന്ന് പറയുന്നത് അയാൾ സിനിമ കണ്ടു, അയാളുടെ അഭിപ്രായമാണ്. അതെ, അത് ബോധമുണ്ടല്ലോ. അപ്പൊ നാട്ടുകാർ കാണാ, ആ റിവ്യൂ കാണാ. അപ്പൊ പിന്നെ അത് കൊണ്ട് ഗുണമില്ലല്ലോ. അല്ല, അത് ആളുടെ അഭിപ്രായമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് റിവ്യൂ പറഞ്ഞോട്ടെ, മാന്യമായിട്ടുള്ള റിവ്യൂ പറയാം. ഇത് ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ എന്നൊരു വാക്ക് അത് പല റിവ്യൂവേഴ്സും ചേർക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലാവൂല അത് ആളുടെ അഭിപ്രായമാണെന്ന്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ പെർസ്പെക്റ്റീവില് കാണാൻ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കുറ്റം എന്ന് പറയും എല്ലാം ഇൻജക്ട് ചെയ്യും ബ്രെയിനിലോട്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ആൾക്കാരെ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. ഇത് അത്യാവശ്യം ഓക്കെ, ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളവർക്ക് ഓക്കെ, പക്ഷെ കുറെ പേർക്ക് ഇതിൽ കാണുന്നതാണ് ശരി. റിയാലിറ്റി അല്ല, ഓഡിയൻസ് എന്തിനാണ് അങ്ങനെ അത് എടുക്കണം? എന്തിനാ അതെല്ലാരും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പൊ നമുക്ക് ഇതിന്റെ പിറകെയുള്ള കാര്യങ്ങൾ അറിയാം, ഇതെങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ അൽഗോരിതം എന്താണ്, ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ട്. ഇതില്ലാത്തവർക്ക് ഇത് കാണുമ്പോ അയ്യോ അതിൽ അങ്ങനെ കണ്ടു, അയ്യോ ഇങ്ങനെയാണോ കാര്യങ്ങൾ. അതായത് പണ്ട് ന്യൂസ് കണ്ടിരുന്ന പോലെയാണ് ആളുകൾ ഇത് നോക്കുന്നത്. അത്യാവശ്യം ലൈക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അതാ ചിന്തിക്കുക. പണ്ട് ന്യൂസിൽ വന്നിരുന്നല്ലോ, ഓ ഇതൊരു വാർത്തയാണ് അവർക്ക് സംഭവം, ആ സിനിമ കൊള്ളൂലെന്ന് അതിൽ ഞാൻ കണ്ടു പോണ്ട എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. റിയാലിറ്റി ചെക്ക് അവർ ചെയ്യണില്ല. അവർക്ക് അറിയില്ല. അതായത് പറഞ്ഞേ, അവര് ന്യൂസ് കാണുന്ന പോലെയാണ് ഇത് എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇത് ഇതിൽ വരുന്നത് ന്യൂസ് ആണെന്നാണ്. അതാണ് സത്യം വിചാരിക്കണ, അതാണ് വിശ്വസിച്ചിരിക്കണേ. വാർത്ത എന്ന് പറയുന്നത് സത്യമാണ്. നമ്മളെ വാർത്തച്ചാലും എന്തിനാ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഇതിൽ നടക്കുന്നതെന്നാണ് കുറച്ച് പ്രായ ആൾക്കാരുടെ ചിന്ത. തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പോ അങ്ങനെ ആൾക്കാർ. പിന്നെ മെയിൻ സംഭവം പടങ്ങളെ കാശ് മേടിച്ചിട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമകളെ മറ്റേ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് തരണം ചെയ്ത് വന്ന പടങ്ങളുണ്ട്. അതെ, അതിന് കയറി വന്ന പടങ്ങളുണ്ട്. അതായത് ആൾക്കാർക്ക് കുറച്ച് ബോധം വെച്ച് തുടങ്ങിയപ്പോ പിന്നെയും അത് വലിയ വിഷയമല്ലാണ്ടായി തുടങ്ങി പേഡ് റിവ്യൂ ഒന്നും. ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ മാന്യമായിട്ടാണെങ്കിൽ ഓക്കെ ഫൈൻ. ഇപ്പൊ ഞാനിപ്പോ റിവ്യൂ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്, എന്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് നിന്ന് പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്, അവരുടെ പക്ഷെ അതല്ല ചിലര് പറയുന്നത് ഊളപ്പടം വെച്ച് ഊളപ്പടം, അവനൊക്കെ എന്തിനാ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അവന് ഡയറക്ഷന്റെ ABC. ഇവൻ എത്ര സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് റിവ്യൂ പറയുന്നത്? ഇരുന്ന് കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇവരാരെല്ലാം എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടാണോ അവിടെ ഇരിക്കുന്നത്? അപ്പൊ ഞാനത് പറയുന്നത്. അപ്പൊ റിവ്യൂ പറയുകയാണെങ്കിൽ അത് ന്യൂട്രലായിട്ട് നിന്ന് സ്വന്തം അഭിപ്രായം മാത്രമായിട്ട് പറയാം. ഇനി പേഴ്സണൽ ഒപ്പീനിയൻ സാധനം ഉണ്ടാൻ പറ്റുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും റിവ്യൂ ഇടുക. അല്ലാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ ഇട്ടിട്ട് അവരുടെ ചാനലിൽ റീച്ച് കിട്ടാൻ പോകില്ല. ഫസ്റ്റ് ഡേ റിവ്യൂ ഇടുമ്പോൾ നല്ല പടങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അവർ നല്ല റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ബോണസാണ്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, നല്ല പടങ്ങൾക്ക് അതല്ല റിവ്യൂ ഇടുന്ന പരിപാടി ഉണ്ട്. നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പടം വന്നല്ല ഇതേപോലെ നെഗറ്റീവ് അടിച്ചിട്ടും കയറിപ്പോയത്. ഞാൻ പൊതുവെ റിവ്യൂസ് കാണാറില്ല, എനിക്ക് റിവ്യൂ പറയുന്നവരെ കണ്ടെടുത്തുണ്ട്. അത് മറ്റേ ഇത് കറുപ്പ്, അത് ഇഷ്ടം പോലെ നെഗറ്റീവ്സ് വന്നു. ബട്ട് ബോക്സ് ഓഫീസിൽ അത് ഹിറ്റാണ്. എന്നാലും OTT വന്നതിന് ശേഷം ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ
മറ്റേ ഈ വേറൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അല്ല ഇപ്പം മലയാളം സിനിമ Mollywood ധ്യാനൊക്കെ ഉള്ളത് അതിരടി. മോളിവുഡ് ടൈംസ് ആണോ? സീക്രട്ട് ഓഫ് കലിംഗ, അതാണോ? ധ്യാന്റെ പുതിയ പടം. ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് പുള്ളി വരുന്നത് താടി താടി എല്ലായിടത്തിലുണ്ടല്ലോ. അല്ല കുറിയൊക്കെ തൊട്ടിട്ട് ലുക്കെല്ലാം പുള്ളി വരുന്നത്. നമ്മുടെ മറ്റേ ഇങ്ങനെ ഉണ്ടല്ലോ ആ മറ്റേ സിനിമയിൽ അതേ കോസ്റ്റ്യൂമിൽ ഒന്ന് റിവ്യൂ പറയുന്നൊരു കോക്ക്. കൊക്ക്, കൊക്കെങ്കിൽ കൊക്ക കാക്ക എന്തെങ്കിലും ആവട്ടെ, അവന്റെ റിവ്യൂ വന്നിട്ടും അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. അല്ല പിന്നെ അതാ സിനിമയിൽ അങ്ങനെ ട്രോൾ ആണെന്ന് തോന്നല്ലേ, അങ്ങനെ അറിയില്ല സീനൊക്കെ ആയിട്ട്. അപ്പോ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കറുപ്പ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് കുറെ നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ടായി. ബട്ട് അത് തരണം ചെയ്ത് കയറി വന്നൊരു പടമാണ്. അപ്പോൾ ആ പടം ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ബട്ട് നമ്പേഴ്സിൽ ഗ്രോസ് കളക്ഷൻ നമ്പേഴ്സിലൊക്കെ ഹിറ്റാണെന്നാണ് പറയണത്. കറക്റ്റ് അറിഞ്ഞൂടാ, ഹിറ്റാണെന്നാണ് പറയണത്. അതേപോലെ നല്ല പടങ്ങൾ ഫ്ലോപ്പാക്കി വിട്ടിട്ടുണ്ട് ഈ റിവ്യൂവേഴ്സ്. അതാണ് പ്രശ്നം. അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ ഉടനെ നമുക്ക് പോകാനുള്ളൊരു മൂഡ് പോവും. അതായത് നമ്മൾ ചിലപ്പോൾ പോവാന്ന് വിചാരിച്ചിരിക്കണ്ടാവും, അറിയാണ്ട് റിവ്യൂവർ കാണും. കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒഴിഞ്ഞിട്ട് നമുക്ക് ഫോൺ നോക്കാൻ പറ്റില്ല. ഞാനിപ്പോ ആക്ച്വലി ഈ സാധനം കാരണം ദൃശ്യം 3 അത്ര വലിയ നല്ല പടമായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാനിപ്പോ ഫസ്റ്റ് 2 പാട്ടിന്റെ ഒരു ഇത് വെച്ചിട്ട് ഹൈപ്പ് വെച്ചിട്ട് ഓക്കെ എങ്ങനെങ്കിലും സാധനം കാണണം എന്നുള്ളൊരു മൈൻഡിൽ കാരണം 3 റിലീസായ അന്ന് മുതൽ ഞാൻ ആ സിനിമ കാണുന്ന അന്ന് വരെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നിട്ടില്ല. കാരണം തുറന്ന എന്തെങ്കിലും അതിൽ വരുന്ന എനിക്ക് ഉറപ്പാ. ഞാൻ അത്രയും ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നില്ല. ഏറ്റവും വലിയ തെണ്ടിത്തരം അതാണ്. ഉള്ള സ്പോയിലേഴ്സ് ട്രോൾ, അത് റിവ്യൂസ് മാത്രമല്ല, ഈ ട്രോൾ ഉണ്ടാക്കുന്നവര് ഡയറക്റ്റ് ഇടില്ല, ഇൻഡയറക്റ്റ് ഇടും. ചില ഡയറക്റ്റ് ഇടുന്നുണ്ട്. ഈ മീംസ് എന്നുള്ള പേരിൽ ഇട്ടിട്ട് പച്ചയ്ക്ക് അങ്ങോട്ട് ഇട്ട് വയ്ക്കും. കാര്യമുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെന്താ പൊട്ടന്മാരോ? അവര് കണ്ടൂലോ, അവർക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ. പിന്നെ പടത്തിന്റെ പ്രവർത്തകരെ പ്രൊഡക്ഷൻ കമ്പനിയെ ഭയങ്കരമായിട്ട് ബാധിക്കല്ലേ ഈ സാധനം. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സെറ്റകളാണ് ഈ മറ്റേ ലീക്കാക്കുന്ന മാറിയത്. ടെലഗ്രാമിൽ കാണുന്ന ചിലവര് ടെലഗ്രാമിൽ കണ്ടോട്ടെ, പടം ഇറങ്ങി മറ്റേ OTT-ല് വന്നിട്ട് OTT-ല് വന്നിട്ട് ഇപ്പൊ അതിൽ OTT-ല് കണ്ടാലും ടെലഗ്രാമിൽ കണ്ടാലും പ്രൊഡ്യൂസർക്ക് ഇഷ്ടമില്ല. കാരണം പ്രൊഡ്യൂസർക്ക് കാശ് കൊടുത്ത് OTT-ക്കാർക്കാണ് നഷ്ടമുള്ളൂ. അതില് വളർത്താൻ പാടില്ല. ആമസോണിന്റെ ഓൾറെഡി ഈ OTT പ്ലാറ്റ്ഫോമുകള് പിന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇവരൊക്കെ ഇന്ത്യക്കാരാണോ? നമ്മൾ ഇന്ത്യയുടെ എക്കണോമി വളർത്താൻ ടെലഗ്രാം ഇന്ത്യയുടെയാണ്. ജിയോക്കാരല്ലേ, ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പൊ ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ഡേ റിവ്യൂസ് വന്നോട്ടെ, ബട്ട് ന്യൂട്രൽ ആയിട്ട് അത് സ്ട്രിക്റ്റ് ആയിട്ട് അതിന് കൺട്രോളിങ് അതോറിറ്റി വെക്കാൻ പറ്റില്ല. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇവർ ഇടണേ, ആരാ അതോറിറ്റി വെക്കണേ? യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനും അത് ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റായില്ല. കാരണം ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ഇപ്പൊ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോലും ഇന്ത്യയിലും US-ലും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വ്യത്യാസമുണ്ട്. കണ്ടന്റിന്റെ സെൻസർഷിപ്പ് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ സാധനം ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന കണ്ടന്റിന്റെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ റിവ്യൂസ് ഇടുന്നവര് ഇങ്ങനെ ശ്രദ്ധിക്കണം, അത് സെൻസേർഡ് ആയിരിക്കണം എന്ന് നമ്മുടെ ഗവൺമെന്റ് യൂട്യൂബിന്റെ ഗൂഗിളിനെ അറിയിച്ച് ചെയ്യാവുന്ന കേസുള്ളത്. ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം പടം ഇറക്കി അതിന് ഇങ്ങനത്തെ റിവ്യൂസ് ഗവൺമെന്റ് തന്നെ സിനിമ നശിപ്പിക്കാൻ നടക്കാറ് സെൻസർ ബോർഡ് എന്നുള്ള പേരില്. ഈ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കൊടുക്കണ ഒരാവശ്യമില്ല. ഹോളിവുഡ് ടൈംസ് എന്ത് കാര്യത്തിന് ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരാവശ്യമില്ലാത്ത പരിപാടിയത്. സ്റ്റേറ്റ് അവാർഡൊക്കെ അട്ടർ ഫ്ലോപ്പ്. ലൈക്ക് അത് ഒരു വിലയിലാണ്ടായി പോയി. പണ്ടൊക്കെ അവാർഡ് കിട്ടിയ നടന്നു പറഞ്ഞ ഒരു വിലയുണ്ട്. ഇപ്പൊ അവാർഡ് കിട്ടിയെന്ന് പലർക്കും മേടിക്കാൻ തന്നെ താല്പര്യമില്ല ഇപ്പൊ അവാർഡ്. ഗവൺമെന്റ് വേറെ എന്തൊക്കെ പണിയുണ്ട്? ലിക്കർ കട നടത്താം, ലോട്ടറി നടത്തണ്ടല്ലോ. ഇനി എന്തിന് സിനിമയിൽ കയറി വരുന്നേ? അപ്പോൾ അതാണ് ഈ റിവ്യൂ ഓൺ ഫസ്റ്റ് ഡേ FSന്റെ എൻ്റെ ഒരു അഭിപ്രായം. ചിലവരുണ്ടാവും റിവ്യൂസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഓഡിയൻസിൽ. പടം കാണുന്നേക്കാളും എന്റർടൈൻമെന്റ് ആയിരിക്കും റിവ്യൂസ് കാണണേ. അതായത് ചിലരുടെയൊക്കെ റിവ്യൂസ്, പ്രത്യേകിച്ച് നമ്മുടെ ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര, അതൊക്കെ കാണുമ്പോൾ നമുക്ക് റിവ്യൂ ഒന്നും മനസ്സിലായില്ലെങ്കിലും കാണാൻ സുഖം. ആ ഒരു ആറാട്ട് എന്ന് പറഞ്ഞ പടം ഇല്ലായിരുന്നെങ്കിൽ കൊറേ രക്ഷപ്പെട്ടായിരുന്നു. ഇവര് ഇങ്ങനത്തെ ആൾക്കാരൊന്നും അതൊന്നല്ല മെയിൻ സംഭവം. ആ തിയേറ്റർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ സരിത സവിത
വനിത വനിത ഒരേപോലെ പേരിട്ട് വെച്ചേക്ക. മറ്റേതും തിയേറ്റർ തന്നെയല്ലേ? ശരിയേട്ടാ. പണ്ട് മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 പേരുണ്ടാവും, 3 ബിൽഡിങ്ങും ആയിരിക്കും അത്. 3 ബിൽഡിങ്. ചിലത് വെച്ചാൽ ഒരു ബിൽഡിങ്ങിനുള്ളിൽ മറ്റിങ്ങനെ ഇപ്പൊ മുകളിലും താഴെയായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ മൾട്ടിപ്ലക്സ് ഒക്കെ പണ്ട് മുതൽ ആ സെറ്റപ്പിൽ ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇനി അടുത്ത ആഴ്ച വേറെ ഇതേപോലത്തെ കുറച്ച് ടോപ്പിക്സ് ഓൺ അഗ്രി ഓൺ ഡിസഗ്രി വരും. അപ്പൊ അതുവരേക്കും ബൈ അല്ലേ. സൈനിങ് ഓഫ്. ശരി.